ഹേ ഗായ്സ്, ഞാനെന്നുള്ളത് കാലിച്ചാണടുക്കത്താണ് കേട്ടോ. ഒരുപാട് നാളായിട്ട് ഈ ഒരു നാട്ടുകാർ ഫേസ് ചെയ്തുകൊണ്ടായിരുന്ന ഒരു പ്രോബ്ലം, അങ്ങനെ ഫൈനലി ആ പ്രോബ്ലം സോൾവ് ആയിട്ടുണ്ട്. അത് നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വന്നേ ഉള്ളൂ. എൻ്റെ നാടായ ബാനത്തുനിന്ന് കാലിച്ചാണടുക്കത്തേക്ക് വലിയ ദൂരമൊന്നുമില്ല. അപ്പോൾ അവരുടെ പ്രശ്നം എത്രമാത്രമാണ് നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. എൻ്റെ ഫ്രണ്ട്സും ഫാമിലി എല്ലാം അവിടെയുണ്ട്. അവർ പറയുന്നത് കേട്ടിട്ടും എനിക്ക് പേഴ്സണലി എക്സ്പീരിയൻസ് ചെയ്തിട്ടും അനുഭവമുണ്ട്. ഇപ്പം തന്നെ ഏകദേശം ആ നാട്ടുകാർക്ക് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. അതെ, ആ നാട്ടുകാർ ആഗ്രഹിച്ച പോലെ അവർക്കൊരു പെട്രോൾ പമ്പ് അവർ നാട്ടിൽ വന്നിട്ടുണ്ട്. ആ ഒരു നാട്ടുകാർക്ക് മാത്രമല്ല, അതുവഴി യാത്ര ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് ഉപയോഗപ്പെടുന്ന എനിക്ക് അത്ര ഉറപ്പുണ്ട്. ആ നാട്ടുകാർ ഏറ്റവും കൂടുതൽ ആശ്രയിക്കൽ നമ്മളെ പരപ്പ പെട്രോൾ പമ്പിനാണ് കേട്ടോ. പരപ്പ പെട്രോൾ പമ്പ് കഴിഞ്ഞാൽ കാൽച്ചാടം കഴിഞ്ഞിട്ട് പാലായി എത്തുമ്പോഴാണ് അടുത്ത പമ്പില്. അവിടെയാണെങ്കിൽ ഒന്നെങ്കിൽ ഡീസൽ ഉണ്ടാവില്ല, അല്ലെങ്കിൽ പെട്രോൾ ഉണ്ടാവില്ല. അതുകൊണ്ട് അത് വലിയ ഉപയോഗമായിട്ട് തോന്നില്ല. പക്ഷെ അത് നല്ല ഡിസ്റ്റൻസ് ഉണ്ട്, വിചാരിക്കുന്ന പോലെയല്ല. ഈ പെട്രോൾ പമ്പ് വന്നത് എന്തുകൊണ്ടും അവിടെ വരേണ്ടത് അനിവാര്യമായിരുന്നു. വന്നുകൊണ്ട് ഒരുപാട് ഗുണമായി. ഇതുപോലെ ഓരോ നാട്ടിലും എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു മെയിൻ ആയിട്ടുള്ള ഒരു പ്രോബ്ലം ഉണ്ടാവും. നിങ്ങളുടെ നാട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. നമുക്കറിയാലോ എത്രമാത്രം ആളുകൾ ഏതൊക്കെ നാട്ടിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെന്ന്. മാക്സിമം നമുക്കത് വീഡിയോ ഒക്കെ ആയിട്ട് ചെയ്യാൻ പറ്റുമോ ശ്രമിക്കാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.